Hi friends, welcome back to my channel. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. സംഭവം ഇതാണ്, ഒരു തുണിയാണ്. അപ്പോൾ ഈ തുണി നിങ്ങൾ 500 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങളിത് വയറ്റത്ത് കെട്ടിക്കഴിഞ്ഞാൽ, വയറ്റിൽ ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വയറ് കുറഞ്ഞ് ഫിറ്റായിരിക്കുന്നതാണ്. ഈ തുണി, ഈ വെള്ളത്തുണി 500 രൂപയേ ഉള്ളൂ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പം മെസ്സേജ് അയച്ചാലും മതി. ഞാനിത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാവരും വിശ്വസിച്ച് കാണുമല്ലോ. ഈ ഒരു തുണി ഒരു മാസം വയറ്റിൽ കെട്ടി പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വയറ് കുറഞ്ഞ് ഫിറ്റാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞപ്പം എൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വിശ്വസിച്ച് കാണുമല്ലോ. ഇതുപോലുള്ള മണ്ടന്മാരാണ് നമ്മളെ കേരളത്തിൽ മുഴുവനുള്ളത്. അതുകൊണ്ടാണ് ഓൺലൈൻ കുറേ തട്ടിപ്പുകാരൊക്കെ നമ്മളെ കേരളത്തിൽ വാഴിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് മേഖലയിലായിക്കോട്ടെ, എന്ത് മേഖലയിലായിക്കോട്ടെ, എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സുള്ള ആൾക്കാർ വന്നിട്ട്, ഈ പറഞ്ഞ 2-3 ലക്ഷം ഫോളോവേഴ്സുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണുടച്ച് അതിനെ പറ്റിയിട്ടൊന്നും തിരക്കാതെ തന്നെ കണ്ണുടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു 2 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 20 പേരെങ്കിലും ആ പ്രോഡക്റ്റ് മേടിക്കാതിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും മേടിക്കാതിരിക്കത്തില്ല. അപ്പോൾ ആ 10 പേരിൽ നിന്ന് ഒരു 500 ഒരു 1000 വെച്ച് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു വീഡിയോയിലൂടെ തന്നെ എന്തുമാത്രം വരും ലാഭമായിരിക്കും, അല്ലെങ്കിൽ പൈസയായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് ഇത് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത്, വീഡിയോയിലൂടെ ഫോളോവേഴ്സിനെ പറ്റിച്ച് നേടുന്നത്. അതുകൂടാതെ ആ വീഡിയോയിലൂടെ കിട്ടുന്ന ഏർണിങ്സ് വേറെയും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കുക. ഇപ്പം അതുപോലെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിറ്റ്നസ് മേഖലയും. ഈ പറഞ്ഞുള്ള ഓൺലൈൻ ട്രെയിനിങ്, ഓൺലൈൻ തട്ടിപ്പുകൾ. ഇപ്പം ഇപ്പോൾ ഏതെങ്കിലും ഒരു ബെൽറ്റ് കാണിച്ചിട്ട് പറയും ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസം കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 കിലോ കുറയുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വടി എടുത്ത് വെച്ച് തടവി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഈ വടിയും തടവി കഴിഞ്ഞാൽ 5 കിലോ കുറയുന്നതാണ്, 10 കിലോ കുറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് ഒരുപാട് ടീംസുകൾ ഈ ഫിറ്റ്നസ് മേഖല കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട്. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചുതരാം. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ഈ വയറ് കുറയ്ക്കാൻ എന്താ ചെയ്യാ? സിമ്പിൾ കലോറി ഡെഫിസിറ്റ് ചെയ്താൽ മതി. എനിക്ക് വയറിനടിക്കാൻ എന്താ ചെയ്യണ്ടക്ക? സിമ്പിൾ ഇത് ചെയ്താൽ മതി. ഈ മുതലിനെ നിങ്ങൾക്ക് അറിയാലോ, ഒരു അവതാരമാണ്. അപ്പം ഈ നടത്തുന്നുണ്ടെങ്കിൽ ജിമ്മിൽ ചെന്ന് ഒരു മാസം വർക്കൗട്ട് ചെയ്യായിരുന്നെങ്കിൽ ഈ വയറ് കുറയത്തില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, പുള്ളി പറയുന്നത് സിമ്പിൾ കലോറി ഡെഫിസിറ്റ് ചെയ്താൽ മതി, വയറ് കുറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി ചോദിക്കുന്നുണ്ട് വയറിന് അടിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇരുന്നിട്ട് ക്രഞ്ചസ് ആണ് ചെയ്ത് കാണിക്കുന്നത്, ബൈക്കിനകത്ത് ഇരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ക്രഞ്ചസ് ചെയ്താൽ മതി, വയറ് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു ടൈമാണ് ഇപ്പം. കാരണം ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കാണാം, ഏതെങ്കിലും ഇത് പൊട്ടക്കണം മാവി എറിഞ്ഞാലോ ഒരു വട്ടം ഒന്ന് ട്രെയിൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചങ്ങോട്ട് കയറിക്കോളും. അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ അത് വെച്ചായിരിക്കും പിന്നെ പ്രൊമോഷനും കാര്യങ്ങളും. പിന്നെ ഇതൊന്നും അറിയാതെ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇതിൽ ചെന്ന് ചാടുന്നത്. ഇതിനകത്ത് മൊത്തവും ചെന്ന് ചാടുന്നത് സാധാരണപ്പെട്ട ഇതൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും. 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ വയറ് കുറയാല്, ഒരു 2 മാസം കൊണ്ട് നിങ്ങൾ വലിയ ഫാറ്റിലിനെ അടിച്ച് അയ്യത്ത് കളയും, ഒരു മാസം കൊണ്ട് നിങ്ങൾ വയറ് കുറച്ച് ഫിറ്റാക്കി തരാമെന്ന് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ണിക്കണ്ണനാണ്. അപ്പം പുള്ളിയും പിടിച്ചുകൊണ്ടാണ് പുതിയൊരു തട്ടിപ്പ്. കാരണം പുള്ളിയുടെ തടിയുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 മാസം 6 മാസത്തോളമായി പുള്ളിയുടെ തടി കുറയ്ക്കാന്ന് പറഞ്ഞിട്ട്. ഇത് വേറൊരു തരം തട്ടിപ്പാണ്. ഉണ്ണിക്കണ്ണനെയും പിടിച്ചുകൊണ്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് ഒരു 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ തടി കുറച്ച് തരാം, വലിയ ഫാറ്റ് കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു തരം തട്ടിപ്പ്. അതിൽ 2 പേരും ചേർന്നുള്ള തട്ടിപ്പാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിനെന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് പുള്ളിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബിസിനസ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരു 20 പേരെങ്കിലും ആ ഒരു തട്ടിപ്പിൽ വീഴാതിരിക്കത്തില്ല. 1000 രൂപ വെച്ച് 10 പേരാകുമ്പോൾ എത്ര പേര്, 20 പേരാകുമ്പോഴത്തേക്ക് തന്നെ എത്ര എമൗണ്ടാണ് കൈവന്ന് കയറുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾ വയറ് കുറയ്ക്കാനോ നിങ്ങൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനോ നിങ്ങൾ ഈ പറയുന്ന പോലെ 1000 രൂപ പോയിട്ട് 1 രൂപയുടെ ചിലവ് പോലും നിങ്ങൾക്ക് ഇല്ല. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറ്റുക, നിങ്ങളെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഞാൻ മുമ്പത്തെ വീഡിയോസൊക്കെ പിന്നെ വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഫുള്ള് മാറ്റുക. ഈ പുറത്തുനിന്ന് പോയി കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, അമിതമായിട്ടുള്ള ഷുഗർ അടങ്ങിയ ഫുഡ്, ഇങ്ങനെയുള്ള അമിതമായിട്ട് ഉപ്പടങ്ങിയ ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ ഒരു മാസം ഇതൊക്കെ ഒഴിവാക്കി നിങ്ങൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഇപ്പം
അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡും അതുപോലെ നല്ലപോലെ വെള്ളവും കുടിച്ച് നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് ഇപ്പം ഓയിലി ഫുഡ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു പോയി വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഒരു മാസം ഇതൊക്കെ ഫോളോ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈ ജിമ്മിലും പോകണ്ട, അവിടെയും പോകണ്ട, ഇവിടെയും പോകണ്ട, ഒരിടത്തും പോകണ്ട. ഈ 1000 രൂപ അവിടെ ഇവിടെയും കൊണ്ട് കളയേണ്ട കാര്യമില്ല. നിങ്ങൾ വയറ് തനിയെ കുറഞ്ഞാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ എന്ന് വെച്ചാൽ വെറും തട്ടിപ്പാണ്. ഇതൊക്കെ തട്ടിപ്പിന്റെ എക്സ്ട്രീം ലെവലാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഇതിനെ ചൂഷണം ചെയ്താണ് ഇതൊക്കെ നടക്കുന്നത്. എനിക്കൊന്ന് പുള്ളിയൊക്കെ ഡേറ്റ പറ്റോ, പുള്ളി പേരെന്തോ ദിൽഷയോ അങ്ങനെയുണ്ടാന്ന് തോന്നുന്നു. അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് കയറി വന്നൊരു വീഡിയോ ആണ്. അപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഇതൊക്കെ അറിയാത്ത ആൾക്കാരെ ഇടയിലോട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഇതിനെ പറ്റിയിട്ടൊന്നൊരു സത്യം എന്താണ് അവർ തിരിച്ചറിയണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് നിന്നിട്ട് വീഴുന്നുണ്ട്. ഇപ്പം ഇതിനൊന്നും വലിയ ചിലവില്ല. 1000 രൂപ തൊട്ട് 1 രൂപ പോലും ചിലവില്ലാത്ത കേസുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാനേ കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങളെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തനിയെ നിങ്ങൾ വയറൊക്കെ വരും. നിങ്ങൾ ജനിച്ചു വരുമ്പോഴേ നിങ്ങൾ വയറും കൊണ്ടല്ലല്ലോ വരുന്നത്. നിങ്ങൾ കഴിച്ച് വർഷങ്ങളോളം കഴിച്ച് ഫാറ്റ് അടിഞ്ഞ് അതിന് ടൈം എടുക്കും. അത് മാറണമെങ്കിൽ അതിന് ടൈം എടുക്കും. അതിന് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടേ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. വെറുതെ ഈ പൊട്ടന്മാർക്ക് കൊണ്ട് പൈസ കൊടുത്ത് അവരെ പോക്കറ്റ് ഇത് കീശയാക്കിയിട്ട് നിറച്ചിട്ട് അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഇപ്പം പുതിയൊരു പ്രൊമോഷൻ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കൊണ്ടായി ഉണ്ണിക്കണ്ണനെയും വെച്ചുകൊണ്ട് പുള്ളി വീഡിയോ ചെയ്യുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ വയറ് പോയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ സൈഡ് ഒന്നും ഷേപ്പ് പോലും ആയിട്ടില്ല. ഇപ്പോഴും പുള്ളി ആ വയറും വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ ഓൺലൈൻ ആപ്പുകൾ, ഇങ്ങനെയുള്ള കുറേ അലവലാദികൾ, കുറേ ഓൺലൈൻ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പം എല്ലാത്തിനും പണി കിട്ടിയിട്ടിരിക്കുക. ഇപ്പം മല്ലു ഫാമിലിയിലെ മറ്റേ സുജിനൊക്കെ ഞാൻ അവൻ്റെ ഒന്നും വീഡിയോ കാണാറില്ല. ഇപ്പം ഇങ്ങനെ ഓരോ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളത് കാണുന്നതാണ്. ഇവൻ ന്യൂസ് ഓരോരുത്തർ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളും ഇപ്പം ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കുന്നു. അപ്പം അതിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക. ഇത് സാധാരണപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ ഇതിനകത്ത് നിന്ന് വീഴുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇത് പോലീസ് ബാൻ ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വാണിംഗ് കൊടുത്തിട്ട് പോലും അക്കൗണ്ട് വരെ ആരെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്ന് ഇതൊക്കെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഈ സുജിൻ അങ്ങനെ കുറേ ടീമുകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം അത് വേറൊരു മേഖലയിൽ തട്ടിപ്പ്, ഇത് ഫിറ്റ്നസ് മേഖലയിലൊരു തട്ടിപ്പ്. അപ്പം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ കുറേ കള്ളന്മാർ ചേർന്ന് അവരെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേലകളാണ്. നിങ്ങൾ വയറ് കുറയ്ക്കണമെങ്കിൽ ഇതൊന്നും ഞാൻ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ വെറുതെ 3000 രൂപയ്ക്ക് PT മേടിക്കുന്ന ഞാനൊക്കെ വെറുതെ ചാനലിനകത്ത് 3000 രൂപ കൊടുത്ത് ട്രെയിൻ കൊടുക്കുന്ന ഡയറ്റിൻ്റെ ഇപ്പം ബൾക്കിങ് ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെറുതെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇപ്പം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരോട്, ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട്, ഇപ്പം നമ്മൾ കണ്ടില്ലേ 1000 രൂപയ്ക്ക് വയറ് കുറയ്ക്കാനൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതാണോ സംസ്കാരം?